Hi everyone, this is Ebin Say from Evika. അങ്ങനെ നമ്മുടെ iOS 18 ഒഫീഷ്യലി റിലീസായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി കുറേയധികം പുതിയ ഫീച്ചേഴ്സും ഫണ്ടമെന്റലായ കാര്യങ്ങളും നമ്മുടെ iOS 18 ഒഫീഷ്യൽ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഈ ഒരു ഫോളോ അപ്പ് വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വീഡിയോയിൽ വിട്ടുപോയതും അതേപോലെ പറയാനായിട്ട് ബാക്കി വെച്ചതുമായ കുറേയധികം ഫീച്ചേഴ്സ്, മെയിൻ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ iOS 18 അപ്ഡേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണ്, ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അതേപോലെ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഫുൾ ഗ്രീൻ ആകുമോ എന്നുള്ള പേടിയുള്ള കൂട്ടർക്ക്, ഡിസ്പ്ലേ അടിച്ചു പോയാൽ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ വരികയാണെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ നെസസറി ആയിട്ട് എടുക്കേണ്ട സ്റ്റെപ്സ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ കലണ്ടർ ആപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി മുതൽ നമുക്ക് കുറേയധികം പൊട്ടൻഷ്യലാണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കലണ്ടർ ആപ്പും റിമൈൻഡർ ആപ്പും ഇപ്പോൾ സിങ്കായി ഒരു ആപ്ലിക്കേഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കലണ്ടേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം റിമൈൻഡേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഐഫോൺ എന്ന് പറയുന്നത് ഒരു ടൂളാണ്, നമ്മുടെ ഡെയിലി ടാസ്ക് കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ടൂള്. സോ നമ്മുടെ ഈ പറഞ്ഞ വർക്ക് ലോഡ് കുറക്കാൻ ഈ പറഞ്ഞ കലണ്ടർ ആപ്പും റിമൈൻഡർ ആപ്പും നല്ല രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കലണ്ടർ ആപ്പിൽ ആഡ് ചെയ്യുകയും അതിനുശേഷം കംപ്ലീറ്റ് ആകുമ്പോൾ അത് ഞാൻ ടിക്ക് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ള വർക്കുകളും അതേപോലുള്ള ബാക്കി ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ലോക്ക് സ്ക്രീനിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീൻ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും സാറ്റർഡേ എന്നുള്ള ടൈമും അതേപോലുള്ള ബാക്കി ഡീറ്റെയിൽസിൻ്റെ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസും. ഇതേപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ കലണ്ടർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് നല്ല രീതിക്ക് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് മാനുവലി നമുക്ക് ചെയ്യണമെന്നില്ല, സിറി യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. Set a reminder for Tuesday 1 p.m. What do you want to be reminded about? Check WhatsApp. Okay, I added it. ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ടാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതേപോലെ സിറി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഇനി മുതൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം കലണ്ടറിൽ ഇനി മുതൽ നമുക്ക് ഈ പറയുന്ന സ്ലൈഡ്സ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ജസ്റ്റ് ഈ പറഞ്ഞ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇത് ചെറുതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടുണ്ട്, അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയും നമുക്ക് എൻലാർജ് ചെയ്യാം. ഇത് മാക്സിമം സൈസാണ്. ഈ ഒരു മാക്സിമം സൈസിൽ വരെ നിങ്ങൾക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നിങ്ങളുടെ കലണ്ടർ വലുതാക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കലണ്ടർ സൈസ് ഇതാണ്. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും അതേപോലെ മറ്റ് ഡീറ്റെയിൽസും കിട്ടുന്ന ആ ഒരു ലേ ഔട്ട് എനിക്ക് ഈ ഒരു കലണ്ടർ ആപ്പിൽ ഈസി ആയിട്ട് നമുക്ക് പിൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. സത്യം പറയാം, ആപ്പിൾ മ്യൂസിക്കിന് അത്രയും ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന വേറെ ഒരു മ്യൂസിക് സ്ട്രീമിംഗ് ഡെക്കും ഇന്നേ വരെയും ഈ ഒരു വേൾഡിൽ നമുക്ക് കിട്ടില്ല. സ്പോട്ടിഫൈ ആയിക്കോട്ടെ, വേറെ ഏത് സ്ട്രീമിംഗ് ഡെക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ആപ്പിൾ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര നല്ല ക്വാളിറ്റിയാണ് ആപ്പിൾ മ്യൂസിക്കിൽ ലഭിക്കുന്നത്. ഈ ഒരു ആപ്പിൾ മ്യൂസിക് ഇനി മുതൽ നമുക്ക് ഷെയർ പ്ലേയും അവൈലബിൾ ഉണ്ട്. ഇത്രയും നാൾ നമുക്ക് കാറിൽ മാത്രം ലഭിച്ചിരുന്ന ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഹോം പോഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ പ്ലേ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ഷെയർ പ്ലേയിൽ ഞാൻ എൻ്റെ ഈ പറയുന്ന ഹോം പോഡ് മിനി കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ പാട്ട് പ്ലേ ചെയ്യാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു പാട്ടിൻ്റെ ഓപ്ഷൻ തന്നെ താഴത്ത് ഷെയർ പ്ലേൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു QR കോഡ് പോപ്പപ്പായി വരും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്കാൻ ചെയ്യുന്ന വ്യക്തിക്ക് എൻ്റെ മ്യൂസിക് കാര്യങ്ങളും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യക്തിക്ക് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, എനിക്ക് ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻ മാത്രം മതി. ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഏതിലാണ് ഞാൻ ഈ ഒരു QR കോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു സെഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആ ഒരു ആക്സസ് മറ്റേ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോകുന്നതുമാണ്. അതോടൊപ്പം ഈ പറഞ്ഞ ക്യൂവിൻ്റെ ഓപ്ഷനും ആപ്പിൾ നല്ല രീതിക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ ബട്ടൺസും കുറച്ച് എൻലാർജ് ആക്കിയിട്ടുണ്ട്.
അതേപോലെ ഈ പറഞ്ഞ യൂസർ ഇൻ്റർഫേസും ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ആൽബം എടുക്കുകയാണെങ്കിൽ ആൽബത്തിന് തൊട്ട് താഴത്ത് ഫുൾ ഡീറ്റെയിൽസും അതേപോലെ ഫുൾ ടെക്സ്റ്റും ആപ്പിൾ കുറച്ചും കൂടെ എൻലാർജ് ആക്കി ഡീറ്റെയിൽ ചെയ്താണ് ഇവിടെ ആപ്പിൾ മ്യൂസിക്കിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ iOS 8ൻ്റെ ഒഫീഷ്യൽ വാൾപേപ്പർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് സെറ്റിങ്സിൽ പോകാം, താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വാൾപേപ്പർ സെക്ഷനിൽ പോയി കണ്ട് ഒരു പുതിയ വാൾപേപ്പർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എവിക്കയുടെ സ്പെഷ്യൽ വാൾപേപ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ആക്സസും വാൾപേപ്പേഴ്സും ലഭിക്കുന്നതാണ്. നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ iOS 8ൻ്റെ ഒരു വാൾപേപ്പർ കളക്ഷൻസ് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡൈനാമിക് എന്ന് പറഞ്ഞ വാൾപേപ്പറാണ് ഏറ്റവും ആദ്യം വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കളേഴ്സ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഈ കളേഴ്സിൻ്റെ ആ ഒരു ഓപ്ഷനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് യെല്ലോ, പിങ്ക്, അസൂർ, പർപ്പിൾ എന്നീ പറഞ്ഞ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന ഡെപ്ത് ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ലൈറ്റ് ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഫ്ലാഷ് ലൈറ്റിലാണ്. ഇനി 15 or laterൽ ഈ പറഞ്ഞ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഡൈനാമിക്കായിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ യൂസർ ഇൻ്റർഫേസ് വരുന്നതാണ്. ആ ഓരോ യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതേപോലെ ഇൻറ്റൻസിറ്റിയും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ iOS 8ൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നോട്ട് ചെയ്യുക, ഇത് 15 or laterൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത വന്ന മാറ്റം നമ്മുടെ iCloud സെറ്റിങ്സിലാണ്. ജസ്റ്റ് iCloud എടുക്കാം. നമുക്ക് iCloud ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് iCloud ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫുൾ നമ്മുടെ ഈ പറഞ്ഞ iCloud യൂസർ ഇൻ്റർഫേസും ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബാക്കപ്പിൻ്റെ സൈസ് അതേപോലെ ആപ്പിൾ എന്തൊക്കെയാണ് സേവ് ആവുന്നത് എന്നീ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ iCloud ചേഞ്ചിലും ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം ഇനി മുതൽ നമ്മുടെ സ്പോർട്സ് സെർച്ചിൽ കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നല്ല രീതിക്ക് ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി സ്പോർട്സ് സെർച്ചിൽ നമുക്കൊരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഞാനിപ്പോൾ 345,997 പ്ലസ് 123,987,6 എന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് ആൻസർ ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ അതിൻ്റെ ആൻസറും വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് മെസ്സേജിങ് ആപ്പിലും നോട്ട്സ് ആപ്പിലും ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്ക് സ്പോർട്സ് സെർച്ചിൽ കൂടെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് വന്ന മാറ്റം ഇനി മുതൽ നമ്മുടെ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാണ്. ഇവിടെ ഞാനൊരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറ എടുത്ത് വീഡിയോ ഓൺ ചെയ്താലും എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിട്ടില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ മ്യൂസിക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്താലും എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ പ്ലേ ബാക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വീഡിയോ പ്ലേ ബാക്കിൽ എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കറക്റ്റായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ താഴത്തേക്ക് പോയി കണ്ട് ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ റെക്കോർഡ് സൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ അലവ് ഓഡിയോ പ്ലേ ബാക്ക് എന്ന ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ വീഡിയോസ് സീംലെസ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ നോട്ട്സ് ആപ്ലിക്കേഷനാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ട്സ് ആപ്പിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ പേപ്പർ ക്ലിപ്പിൽ ടാപ്പ് ചെയ്യാം. റെക്കോർഡ് ഓഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വോയിസുകൾ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സെമിനാറിനോ അല്ലെങ്കിൽ വെബിനാറിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നോട്ട്സ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനും അതേപോലെ ആ ഒരു പ്രസൻറ്ററിൻ്റെ ഫുൾ വോയിസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഇവഞ്ച്വലി യൂസ്ഫുൾ ആവുന്ന നല്ല കാര്യങ്ങൾ ഈ പറഞ്ഞ ഓഡിയോസിന് തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു വലിയ ചേഞ്ച് ഇനി മുതൽ നമ്മുടെ നോട്ട്സ് ആപ്ലിക്കേഷനിലും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ iOS 18 ഇൻസ്റ്റാൾ ചെയ്തിട്ടും വരാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് RCS മെസ്സേജിംഗ് എന്ന് പറയുന്നത്, റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ iOS 18 അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ അത് വന്നിട്ടില്ല. കാരണം ഇന്ത്യയിൽ ആ ഒരു പോളിസി ഇപ്പോഴും അത് അപ്രൂവ് ചെയ്തിട്ടില്ല. നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സായിട്ട് കറക്റ്റ് നല്ല ഇൻട്രാക്ഷനും ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റും കിട്ടുന്ന
ഓപ്ഷനാണ് RCS എന്ന് പറയുന്നത്. ഇനി വരുന്ന ഓരോ അപ്ഡേഷനിലും ആപ്പിൾ പല പല കൺട്രീസും അത് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ഈ ഒരു കൊല്ലം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു കാര്യം, iOS 18 ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നുള്ള കാര്യം. ഡിസ്പ്ലേ അടിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ കൂട്ടുകാരുടെ പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം ആപ്പിൾ കെയറിൻ്റെ അല്ലെങ്കിൽ iCareൻ്റെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഡിവൈസ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ പരമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അടിച്ചു പോവുകയാണ്, നമ്മുടെ ഡിസ്പ്ലേ പോവുകയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് ആപ്പിൾ നിങ്ങൾക്ക് മാറ്റിത്തരും. പക്ഷേ അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ ഡിവൈസ് ഫുള്ളി ഒരു ക്ലീൻ ലുക്കിലായിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൾ പറയാൻ പോകുന്നത് ആ ഒരു ബെൻഡോ നമ്മുടെ ഡിസ്പ്ലേയുടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഡെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ പറയും ആ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ ഡിസ്പ്ലേ അടിച്ചു പോയതെന്ന്. പക്ഷേ അതിന് അവർ ചെറിയൊരു ട്രിക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഫോൺ അപ്ഡേറ്റിന് മുമ്പ് ഫുൾ ഒരു ഏരിയ നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഈ ഒരു എഡ്ജും എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക. അതേപോലെ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ടൈം ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ടൈമുള്ള ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വേറൊരു ഫോണിൽ എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്താൽ ചിലപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ പോകുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റില്ല. വേറൊരു ഫോണിൽ വീഡിയോസ് എടുക്കാം, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫോട്ടോസ് എടുക്കാം. അതിനുശേഷം അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ആ ഒരു കാര്യം ബൂട്ടപ്പായി വരുന്നതും എല്ലാം ഒരു വീഡിയോസും ഫോട്ടോസും എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ ബൂട്ടപ്പായതിനു ശേഷം ഈ പറഞ്ഞ ഡിസ്പ്ലേ അടിച്ചു പോകുകയോ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേ ഇഷ്യൂ വരികയാണെങ്കിൽ അതും നിങ്ങൾ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. കാരണം റെക്കോർഡ് ചെയ്യുന്ന ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ പൊക്കത്ത്, ഐഫോൺ ആണെങ്കിൽ പൊക്കത്ത്, അതേപോലെ വേറെ ഏത് ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് ആ ടൈം ലഭിക്കുന്നതാണ്. സോ പിന്നീട് നിങ്ങൾ ആപ്പിൾ കെയറിൽ പോയിട്ട് അപ്പീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രൂഫായിട്ട് പറയാം, ദേ എൻ്റെ ഫോൺ ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ വേറെ ഒരു ബാക്കി പ്രശ്നങ്ങളോ ഇല്ലാതെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ പോയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ആ ഒരു എക്സ്പേർട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോഴും നിങ്ങൾക്ക് ഒരു വലിയ റിസ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മിക്കവാറും നമ്മുടെ ഫോൺ നല്ല ക്ലീനായിട്ടും അതേപോലെ സ്ക്രാച്ചസും ഡെൻറ്റസും ഇല്ലാതെ തന്നെ മാക്സിമം കൊണ്ടുനടക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ പ്ലസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കുള്ള പ്ലാനിൽ ഈ പറഞ്ഞ ഡിസ്പ്ലേയും ബാക്ക് ഗ്ലാസും ക്യാമറയും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് കിട്ടുന്നതാണ്. അറൗണ്ട് 2500 rupees ഈ പറഞ്ഞ ഡിസ്പ്ലേ വരെ നമുക്ക് മാറ്റി കിട്ടും എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞത്. സോ ഈ പറഞ്ഞ iOS 18 അപ്ഡേറ്റ് ചെയ്യാൻ പേടിച്ചിരുന്ന കൂട്ടുകാർ, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 18 നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ആപ്പ് ആയിക്കോട്ടെ, കൺട്രോൾ സെൻറ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്പെക്കോ ആപ്ലിക്കേഷനോ ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Xavier signing from Evika.